ബാക്ക് ടു അവർ ചാനൽ. കൊടപ്പൻ അങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? ചിലർക്ക് ഇത് വാഴപ്പൂവ് അല്ലെങ്കിൽ വാഴക്കൂമ്പ്, വാഴച്ചുണ്ടൻ, ഇടമാണി, അങ്ങനെ പല പേരുകളിലായിരിക്കും പല സ്ഥലങ്ങളിൽ ഇത് അറിയണത്. എല്ലാം ഒന്ന് തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം നമ്മൾക്ക് ഇമ്പാക്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എത്രത്തോളം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും ആ ഒരു ഇൻഫർമേഷൻ പലർക്കും അറിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അത് എത്രത്തോളം നമ്മളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഈ വാഴപ്പൂവ് അല്ലെങ്കിൽ ഈ കൊടപ്പൻ തന്നെ സത്യം പറഞ്ഞാൽ രക്തസമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കുന്നത് അത്യുത്തമമാണ്. കാരണം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വാഴക്കൂമ്പ് കഴിക്കുന്നത് കൊണ്ട് പറ്റുമെന്നാണ് പറയണത്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ പീരിയഡ് സൈക്കിൾ റെഗുലർ ആക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. പലർക്കും അറിയുന്നില്ല ഇതെങ്ങനെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറയണേ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കണേ. അതായത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ വാഴക്കൂമ്പ് അരിഞ്ഞ് ഒരു കറി അല്ലെങ്കിൽ ഒരു തോരൻ വയ്ക്കാം. ഇന്ന് ഞാനൊരു തോരനാണ് കാണിക്കണത്, പക്ഷേ ഇത് വെച്ച് കറി വയ്ക്കാം, അതേപോലെ സൂപ്പ് ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ കട്ട്ലറ്റ്സ് പോലത്തെ ഉണ്ടാക്കാം. നമുക്ക് വാഴക്കൂമ്പ് എങ്ങനെ എളുപ്പത്തിൽ അരിഞ്ഞ് തോരൻ വയ്ക്കാം നമുക്ക് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ അതെ, കൊടപ്പൻ എടുക്കുക, അതിൻ്റെ പോളകൾ ഒന്നൊന്നായിട്ട് പൊളിച്ചു കളയുക. ഇത് എത്ര വരെ പൊളിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ കളറ് ഡാർക്ക് വയലറ്റ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഒരു മഞ്ഞ നിറം പരക്കണത് വരെ നമ്മളിതിൻ്റെ ഈ പോള ഇങ്ങനെ പൊളിച്ച് കളയണം. പോള പൊളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തേൻ കുടിക്കണ ഇത് കണ്ടോ, അത് പണ്ടൊക്കെ നമ്മൾ തേൻ കുടിക്കുമായിരുന്നു. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടി അരിയാം, പക്ഷേ അത് കൂട്ടി അരിയുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അതിനൊരു കയ്പുണ്ടായിരിക്കും. അപ്പോൾ ആ പോളയുടെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഉള്ളിൽ ഒരു നാരുണ്ടായിരിക്കും. ആ നാരെടുത്ത് കളഞ്ഞിട്ട് വേണം നിങ്ങളത് അരിയാനായിട്ട്. സാധാരണ രീതിയിൽ ഞങ്ങളത് ഉപയോഗിക്കാറില്ല, അതങ്ങനെ എടുത്ത് കളയാറാ പതിവ്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ പുറത്തും ഭാഗം എല്ലായിടത്തും മഞ്ഞ നിറം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ആക്ച്വലി ഇതിൻ്റെ അറ്റം ഭാഗം കൂർത്തിട്ട് ഉണ്ടാവുക. ഞങ്ങൾ കൂർത്ത ഭാഗം ഞങ്ങൾ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ടാട്ടോ അത് കറുത്തിരിക്കണേ. അപ്പം ഞങ്ങളതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കളയട്ടെ. വെറുതെ ഇതിങ്ങനെ കൊത്തുക, എന്നിട്ട് അതിനെ നുറുക്കുക. കൊത്തി അരിയുക എന്ന് പറയില്ല, അത് തന്നെയാണ് ചെയ്യാനുള്ളത്. കൊത്തി അരിഞ്ഞ് ആക്ച്വലി തുടക്കത്തിലൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കൊത്തി അരിയാം. കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുറിച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് അതിന് വീണ്ടും കുഞ്ഞു പീസുകളാക്കാം. ഇരിക്കും തോറും ആ വാഴക്കൂമ്പ് അരിഞ്ഞത് ഇത്തിരി കറുപ്പ് നിറത്തിലേക്ക് വരും. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് എന്നിട്ട് അതിൻ്റെ കറ പിടിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ കട്ടിംഗ് ബോർഡിലേക്ക് പിടിക്കും. അപ്പോൾ അത് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഴയ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ അറ്റം വരെ നമുക്ക് വാഴക്കൂമ്പ് അല്ലെങ്കിൽ കൊടപ്പൻ നല്ലപോലെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുക. വലിയ പീസുകളാക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമുക്കിനി സിമ്പിളായിട്ടൊരു തോരൻ വയ്ക്കാം. തോരൻ വെക്കണതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഇതിൻ്റെ ഉള്ളിൽ നാരുണ്ടായിരിക്കും. നമ്മുടെ ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, വാഴപ്പിണ്ടി. അപ്പോൾ ഉണ്ണിപ്പിണ്ടിയുടെ ഉള്ളിലുള്ള നാര് പോലെ തന്നെ ഇതിലും നാരുണ്ടായിരിക്കും. അപ്പോൾ നാരൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് എടുത്ത് കളയണം. അല്ലെങ്കിൽ ഉപ്പേരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തോരൻ കഴിക്കുമ്പോൾ വായില നാര് തടയും. അപ്പോൾ നാര് കളയാനായിട്ട് കുറച്ചൊരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ നാരുകൾ നമ്മുടെ കയ്യിൽ തന്നെ കൊടുക്കും. അതെടുത്ത് മാറ്റാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ തന്നെ കയ്യിൽ തന്നെ നമ്മുടെ ഈ നാര് കുടുങ്ങും. അതെടുത്ത് കളയാം. ഇനി നമുക്കിത് തോരൻ വയ്ക്കാം. ഒരു 1/2 ഗ്ലാസ് പരിപ്പ് ഞാനിവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഈ കുക്കറിലാണ് നമ്മൾ ഒരുമിച്ച് കൊടപ്പനും പരിപ്പും കൂടി വേവിക്കാൻ പോണേ. ലേശം മഞ്ഞൾപ്പൊടി, ഈ കൊടപ്പൻ ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള, സാധാരണ നിങ്ങൾ തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ കൂടണ്ട കേട്ടോ, കാരണം വെള്ളം കൂടരുത്. നമുക്ക് വെള്ളം ആവശ്യമില്ല.
ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഒറ്റ ഒരു വിസിൽ വെക്കണുള്ളൂ. പരിപ്പായാലും ഇതും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരൊറ്റ വിസിൽ മതി. തോരനിലേക്ക് ചതച്ച് ചേർക്കാനായിട്ട് ഞാൻ നാളികേരവും കാന്താരിമുളകും പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തോരൻ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ ഉഴുന്നിടുക. ഉഴുന്നൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കടുകിട്ട് കടുക് പൊട്ടിക്കുന്നു. കടുക് നമ്മുടെ മേലേക്ക് പൊട്ടി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങൾ ആ കയ്യിൽ അങ്ങനെ വെച്ചിരിക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകിൻ്റെയും കൂട്ടത്തിലേക്ക് ചേർക്കുക. ഒരു 30 സെക്കൻഡ് ഇളക്കിയാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കുടപ്പനും ഇടുക, ഇളക്കി കൊടുക്കുക. ഇതേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇത് ഓൾറെഡി നമ്മൾ വെന്തതാണ്. ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്കൊന്ന് ചേർന്നാൽ മാത്രം മതി. ഒരു 30 സെക്കൻഡ് വീണ്ടും ഇളക്കുക. 30 സെക്കൻഡ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ മേലേക്കൂടെ ഒഴിച്ചു വിടും. സിമ്പിളായിട്ട് നമ്മുടെ കുടപ്പനുപ്പേരി ഇവിടെ റെഡിയായി.